ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഓരോ എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മളെ ക്ലാസ്സിൽ പഠിച്ചില്ലായിരുന്നോ വീട് നല്ല വീട് എന്ന പാഠഭാഗത്തിൽ മലയാളത്തിൽ എങ്ങനെ ഒരു അടിപൊളി വീട് ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ എല്ലാ കൂട്ടുകാരും ക്ലാസ്സിൽ നിന്ന് ചെയ്തപ്പോൾ കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സാർ ഒന്നുകൂടി വീഡിയോയിൽ കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ A4 ഷീറ്റ്, ഇത് വൈറ്റ് ഷീറ്റ്, ഇത് ഫ്ലോറൻസ് പേപ്പറാണ്, A4 ഷീറ്റാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് സെൻറ്റർ മടക്കിയിട്ട് നമ്മൾ സെൻറ്റർ മടക്കിയിട്ട് ഹാഫാക്കാൻ വേണ്ടി എന്ത് ചെയ്യും? രണ്ട് സൈഡും ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഈ സൈഡ് പിടിക്കുക. ഈ സൈഡ് എന്ത് ചെയ്യണം? നല്ലവണ്ണം പ്രസ് ചെയ്യാം. കണ്ടോ, ഇതുപോലെ നല്ലവണ്ണം പ്രസ് ചെയ്യണം. നല്ലവണ്ണം പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? ഇത് മുറിച്ചെടുക്കും. നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 2-3 വീട് കണ്ട. അപ്പോൾ ഞാൻ സാർ മുറിച്ചൊരു പേപ്പർ ഇവിടെ ഉണ്ട്. ആ പേപ്പർ വെച്ചിട്ട് സാർ കാണിച്ചു തരും. കണ്ടോ, ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇത് ഇങ്ങോട്ടാണ് മടക്കേണ്ടത്, രണ്ടും ഇങ്ങോട്ട് മടക്കണം. അപ്പോൾ അതിന് എളുപ്പ വഴിയുണ്ട്. എന്താ എളുപ്പ വഴി? ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക. നമ്മൾ നേരത്തെ മുറിച്ചതുപോലെ രണ്ട് ഇറങ്ങി കയറി നിൽക്കാതെ കറക്റ്റ് ആയതിനു ശേഷം ഇതിൻ്റെ ബാക്ക് സൈഡ് നല്ല ഒന്ന് പ്രസ് ചെയ്യാം അല്ലേ? അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടോ എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിങ്ങനെ നിവർത്തി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഈ സെൻറ്ററിലേക്ക് എന്ത് ചെയ്യണം? ഇത് മടക്കണം. ഇതിൻ്റെ ഹാഫ് മടക്കണം. ഇങ്ങനെ ഇത് സെൻറ്ററിൽ വെക്കണ്ട, സെൻറ്ററിൽ തന്നെ കൊടുന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാം? ഈ സൈഡ് നല്ല അങ്ങനെ പ്രസ് ചെയ്യാം. അതുപോലെ എന്ത് ചെയ്യാം? ഇതും നമ്മൾ ഈ സൈഡ് ഇങ്ങനെ നടുവിൽ കൊടുന്ന് വെച്ചിട്ട് ഈ സൈഡ് നല്ല പ്രസ് ചെയ്യാം. കുട്ടികൾ ചെയ്ത് ഓർക്കുന്നില്ലേ? അതുപോലത്തെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇപ്പം നമ്മളിത് ഇങ്ങനെ കിട്ടി, ഒന്നുകൂടി കാണിച്ചു. ഇങ്ങനെ സെൻറ്ററാക്കി. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇതൊന്നിങ്ങനെ ക്രോസ് ചെയ്ത് പിടിക്കാം. ക്രോസ് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് തിരിച്ചു വെച്ചാൽ നിങ്ങൾ നോക്കണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിൻ്റെയും നമ്മൾ നേരത്തെ അത് ചെയ്ത് അതേപോലെ തന്നെ ചെയ്യണം. അതിനു വേണ്ടി എന്ത് ചെയ്യണം? ഇതിന് സെൻറ്റർ കണ്ടുപിടിക്കണം. സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ടും ഇതുപോലെ ഒപ്പാക്കിയതിന് ശേഷം ഇങ്ങനെ വെച്ച് കൈ ഇങ്ങനെ മടക്കി പയ്യെ ഇങ്ങനെ കൊടുന്ന് ഇവിടെ ഇങ്ങനെ ഇതിനുള്ളിലൊക്കെ പ്രസ് ചെയ്ത് നല്ലോണം പ്രസ് ചെയ്യുക. കണ്ടോ, ഇതുപോലെ നല്ലോണം പ്രസ് ചെയ്തില്ലേ? ചെയ്ത് കഴിഞ്ഞോ? ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ സെൻറ്ററിൽ നിന്ന് ചെയ്തില്ലേ, ഈ സെൻറ്ററിലേക്ക് ഇത് മടക്കുക. ഇത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സെൻറ്റർ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പം ഇതുപോലെ സെൻറ്റർ കണ്ടുപിടിച്ച് സെൻറ്ററിലേക്ക് ഇതിൻ്റെ പകുതി മടക്കി എന്നിട്ട് ഇതിൽ നല്ലോണം പ്രസ് ചെയ്യും. ഇവിടെ നല്ലോണം പ്രസ് ചെയ്യും. അതുപോലെ ഈ സെൻറ്റർ എന്ത് ചെയ്യുക? ഇവിടുന്ന് ഇതിൻ്റെ സെൻറ്റർ കണ്ടെത്തിയതിന് ശേഷം സെൻറ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? പയ്യെ ഇതിനുള്ളിലൊക്കെ ചുളിവൊക്കെ നിവർത്തി നല്ലവണ്ണം പ്രസ് ചെയ്യും. കണ്ടോ, നല്ലവണ്ണം പ്രസ് ചെയ്യും. ഇത്രേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മളെ വീടായിട്ടുണ്ടാവും. നോക്കിയത്. ഇനി എന്താ ചെയ്യേണ്ടത് അറിയോ? ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇവിടെ ഓപ്പണിംഗ് ഉണ്ടാവും, 4 സൈഡിലും അതുപോലെ ഓപ്പണിംഗ് ഉണ്ടാവും. ഇതിൽ ഏത് ഓപ്പണിംഗ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. എന്ത് ചെയ്തു? നമ്മളിങ്ങനെ പയ്യെ എന്ത് ചെയ്യാം? ഒരു ട്രയാങ്കിൾ രൂപം